മോസ്റ്റ് അണ്ടർ റേറ്റഡ് മലയാളി എന്ന് പറയുന്ന ഒരു ടാഗ് ലൈൻ ഈ ഒരു മനുഷ്യന് കൊടുത്തു കഴിഞ്ഞാൽ ഒരു തെറ്റും പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. തെളിയിക്കപ്പെടാത്ത ഒരു തെറ്റിന്റെ പേരിൽ ഒരുപാട് പഴി കേൾക്കേണ്ടി വന്നൊരു പേര്, ഇന്ത്യൻ ക്രിക്കറ്റിന്റെ മലയാളി മുഖം തന്നെയായ ഒരു പേര്, എസ് ശ്രീശാന്ത്. ഇന്ന് സഞ്ജുവിന് നമ്മൾ ഒരുപാട് സ്നേഹവും ഇഷ്ടവും ഒക്കെ പങ്കിട്ട് കൊടുക്കുമ്പോൾ ഇതേ പേരിന് മലയാളികൾക്ക് ഒരുപാട് ആവേശം നൽകിയിട്ടുള്ള എസ് ശ്രീശാന്ത് എന്ന് പറയുന്ന ഇന്ത്യൻ പേസറിന് മലയാളികൾ ഇത്രമാത്രം സ്നേഹം നൽകിയിട്ടുണ്ടോ? ഇതെൻ്റെ ഒരു സംശയം മാത്രമാണ്, ചോദ്യം മാത്രമാണ്. നൽകിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് കമന്റ് ബോക്സിൽ അതിനെക്കുറിച്ചിട്ടുള്ള മറുപടികളും പറയാട്ടോ. പക്ഷേ ഇന്ത്യൻ ക്രിക്കറ്റിന് ഒരുപാട് അഭിമാനകരമായിട്ടുള്ള നേട്ടങ്ങൾ സമ്മാനിക്കുന്നതിൽ എസ് ശ്രീശാന്ത് എന്ന് പറയുന്ന പേര് മുൻപിൽ തന്നെ ഉണ്ടായിരുന്നു. 2007 T20 വേൾഡ് കപ്പ് ഇന്ത്യൻ ക്രിക്കറ്റിന് തന്നെ മുഖവര മാറ്റി എഴുതിയ ടൂർണമെന്റുകളിൽ ഒന്നാണ്. അന്ന് സെമി ഫൈനലിൽ ഓസ്ട്രേലിയക്കെതിരെയുള്ള ഒരൊറ്റ പ്രകടനം മതി എസ് ശ്രീശാന്ത് എന്ന് പറയുന്ന ബൗളറിന്റെ കരുത്ത് കാട്ടാൻ വേണ്ടിയിട്ട്. 2011 ഇന്ത്യ വേൾഡ് കപ്പ് നേടുമ്പോഴും ആ സ്ക്വാഡിലുണ്ടായിരുന്ന താരം. പലപ്പോഴും പല മേജർ ടൂർണമെന്റുകളിലും ഇന്ത്യൻ ബൗളിംഗ് നിരയുടെ കൂന്തമുരയായിട്ട് ശ്രീശാന്തിന്റെ മിന്നും പ്രകടനങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇന്ത്യൻ പേസ് ഫാക്ടറിയുടെ ഏറ്റവും കരുത്തുള്ള മുഖമായി ഒരു കാലത്ത് ശ്രീ വളർന്നു വരികയായിരുന്നു. ഇന്ന് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്ന സെലിബ്രേഷനുകളിലും എസ് ശ്രീശാന്തിന്റെ പേരിൽ നിന്ന് നമുക്ക് പറയാനേ കഴിയില്ല. രാജസ്ഥാൻ റോയൽസിന്റെ ക്യാമ്പിലേക്ക് രാഹുൽ ദ്രാവിഡിന് മുൻപിലേക്ക് സഞ്ജു സാംസൺ എന്ന യുവ ബാറ്ററെ ഒരു ഗംഭീര പരിചയപ്പെടുത്തി കൊടുത്തതും ഇതേ ശ്രീശാന്ത് തന്നെയാണ്. സച്ചിൻ ബേബി അടക്കമുള്ള ഒരുപാട് താരങ്ങൾ തുറന്നു പറയുന്നത് പോലെ ശ്രീശാന്ത് അവരുടെയൊക്കെ ക്രിക്കറ്റ് കരിയറിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അതെ, കേരള ക്രിക്കറ്റിന്റെ ബ്രാൻഡ് ഫേസ് തന്നെയായിരുന്നു ശ്രീശാന്ത്. അഗ്രഷൻ അഹങ്കാരമായി അടയാളപ്പെടുത്തിയിരുന്ന കാലത്ത് അയാളുടേതായ ഒരു ബ്രാൻഡ് ക്രിക്കറ്റ് കളിച്ചു. ശ്രീശാന്ത്, നിങ്ങൾ വലിയ കയ്യടികൾ അർഹിച്ചിരുന്നു. സത്യമല്ലേ? തെറ്റാണെങ്കിൽ കമന്റ് ബോക്സിൽ പറഞ്ഞേക്കണേ.